നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഈ വേനൽക്കാലത്ത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. അതുപോലെ വൈദ്യുതി ബില്ല് വരുമ്പോൾ തൊട്ടടുത്ത് ഓക്സിജൻ മാസ്ക് കരുതേണ്ട അവസ്ഥ നിലവിലുണ്ട്. കാരണം ബില്ല് തുക കണ്ട് നിങ്ങളുടെ ബോധം പോകുകയാണെങ്കിൽ അത് സഹായിച്ചേക്കും. അമിതമായ വൈദ്യുതി നിരക്കുകൾ മൂലം പ്രതിസന്ധിയിലായ ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് ഈ കേന്ദ്ര പദ്ധതി. അതുകൊണ്ട് തന്നെ സോളാറിലേക്ക് മാറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യ ഘർ മുഫ്തി ബിജ്ലി യോജന. റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ ലാഭം നേടാനും മിച്ചമുള്ള വൈദ്യുതി KCBക്ക് വിൽക്കാനും കഴിയും. KCBക്ക് നൽകുന്ന വൈദ്യുതിക്ക് നിശ്ചിത തുക തിരികെ ലഭിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ 1 കോടി വീടുകളിൽ സൗരോർജ്ജം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൊത്തം 75,021 കോടി രൂപ ചെലവ് വരുന്ന പ്രധാനമന്ത്രിയുടെ സൂര്യ ഘർ മുഫ്തി ബിജ്ലി യോജനയ്ക്ക് ഫെബ്രുവരി 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2 കിലോവാട്ട് സംവിധാനങ്ങൾക്ക് കേന്ദ്ര സാമ്പത്തിക സഹായമായി അവയുടെ ചെലവിന്റെ 60%, 2-3 കിലോവാട്ട് വരെ ശേഷിയുള്ള സംവിധാനങ്ങൾക്ക് അവയ്ക്കുണ്ടാവുന്ന അധിക ചെലവിന്റെ 40% ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും. കേന്ദ്ര സാമ്പത്തിക സഹായം 3 കിലോവാട്ട് വരെയായി പരിമിതപ്പെടുത്തും. നിലവിലെ തറവില അടിസ്ഥാനത്തിൽ 1 കിലോവാട്ട് സിസ്റ്റത്തിന് 30,000 രൂപ, 2 കിലോവാട്ട് സിസ്റ്റങ്ങൾക്ക് 60,000 രൂപ, 3 കിലോവാട്ട് അല്ലെങ്കിൽ അതിൽ കൂടിയ സിസ്റ്റങ്ങൾക്ക് 78,000 രൂപ എന്ന നിരക്കിൽ സബ്സിഡി ലഭ്യമാക്കുന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുടുംബങ്ങൾക്ക് ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. 3 കിലോവാട്ട് വരെയുള്ള റെസിഡൻഷ്യൽ RTS സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് നിലവിലെ കുറഞ്ഞ പലിശയായി ഏകദേശം 7% ഈടുരഹിത വായ്പയിലൂടെ കുടുംബങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ പ്രാപ്തമാക്കാൻ കഴിയും. ഈ പദ്ധതിയിലൂടെ റെസിഡൻഷ്യൽ മേഖലയിലെ പടിപ്പുര സൗരോർജ്ജ സംവിധാനം വഴി നിർദ്ദിഷ്ട പദ്ധതിക്ക് 30 ജിഗാവാട്ട് സൗരോർജ്ജ ശേഷി വർദ്ധിപ്പിക്കാനാവും. 1000 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും മേൽക്കൂര സംവിധാനങ്ങളുടെ കാലാവധി 25 വർഷത്തിനിടയിൽ 720 ദശലക്ഷം ടണ്ണിന് തുല്യമായ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കുകയും ചെയ്യും. ഈ പദ്ധതിയിലൂടെ നിർമ്മാണം, ലോജിസ്റ്റിക്, വിതരണ ശൃംഖല, വിൽപ്പന, സ്ഥാപിക്കൽ, മറ്റ് സേവനങ്ങൾ എന്നിവയിലെല്ലാം കൂടി 17 ലക്ഷത്തോളം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.